പാർട്ട്ണറുമായിട്ട് താല്പര്യം പല റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന രീതിയിലും അത് അവസാനം കഴിഞ്ഞ് ഹോമോസെക്സ്വൽ രീതിയിലേക്ക് വരും. പറയാൻ കാരണം ഓൾമോസ്റ്റ് ഒരു ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, അറിയാം ഇപ്പോഴുമാണ്. എങ്കിലും ഞാൻ പറയുന്നത് അവിടെ ഈ ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സീരിയസ്ലി? യെസ്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുമായിട്ട് സെക്സ്വൽ റിലേഷൻ നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, നന്നായിട്ട് പോകുന്നവരുമുണ്ട്, മിക്ക ആളുകളുണ്ട്. പക്ഷേ എങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ബേസിക്കലി ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മാസ്റ്റർബേഷൻ ആയിരിക്കും. കാരണം അവർക്ക് പല ഇമേജസ് അല്ലെങ്കിൽ പല വീഡിയോസ് കണ്ടിട്ടായിരിക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള നല്ലൊരു ടോപ്പിക്കാണ്. കാരണം നമ്മുടെ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് 2016 മുതൽ 2024 വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 31,114 കുട്ടികൾ പോക്സോയിൽ അതായത് അവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, വളരെ തുച്ഛമായിട്ടുള്ള കുട്ടികൾ മാത്രമേ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ. അതെ. ഇപ്പം ഒരു സിനിമാടി ഇതുപോലെ പറഞ്ഞിരുന്നു, എന്നെ ചെറുപ്പത്തിൽ ഒരാൾ യൂസ് ചെയ്തിരുന്നു. ബട്ട് ആക്ച്വലി ആ സമയത്ത് ആ കുട്ടിക്ക് അതൊരു ബാഡ് ടച്ച് ആണെന്നും സെക്ഷൽ അബ്യൂസ് ആണെന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ അല്ലെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ചെറുപ്പത്തിലുണ്ടായ അബ്യൂസ് കാരണം വജൈനൽ ക്യാൻസറോ അല്ലെങ്കിൽ പെൽവിസിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് അതൊരു പിന്നീട് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആ കുട്ടി ഒരു 5ാമത്തെ വയസ്സിലോ 6ാമത്തെ വയസ്സിലോ, പ്രത്യേകിച്ച് ഒരു 10 വയസ്സിനുള്ളിലാണ് ഒരു സെക്ഷൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറേ നാളത്തേക്ക് ആ സെക്ഷൽ അബ്യൂസ് ചെയ്ത ആളെ കൂട്ടത്തില്ല, അടുത്തില്ല എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നീട് ആ കുട്ടി ഒരു റിയൽ ലൈഫിലോട്ട് ഒരു റിയൽ സെക്ഷൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. കറക്റ്റാണ്. റിയലി ഒരു പേടി, ട്രോമ ഉണ്ടാക്കാം. ചിലപ്പോൾ അയാൾ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഒരാളൊന്ന് സ്നേഹത്തോടെ മുറുക്കി പിടിക്കുന്നത് പോലും സെക്ഷൽ അബ്യൂസ് ചെയ്തതിൻ്റെ ആ ട്രോമ കാരണം പേടിച്ചിട്ട് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് റിയൽ ലവ് കിട്ടാത്ത അല്ലെങ്കിൽ റിയൽ ലവ് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് ശരിക്കും വളരെ വലിയൊരു പ്രശ്നമാണ്. അബ്യൂസ് ചെയ്യുന്ന ഇപ്പോൾ ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, പേരൻസ് ഉണ്ട്, ഒരുപാട് ആളുകളിൽ നിന്ന് ഇപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ സ്ത്രീകളും പുരുഷനും ഒരേപോലെ വ്യക്തിമാണ്. അവിടെ സ്ത്രീകൾ അബ്യൂസ് ചെയ്യുന്നവരുമുണ്ട്, പുരുഷന്മാർ അബ്യൂസ് ചെയ്യുന്നവരുമുണ്ട്. പെൺകുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ആൺകുട്ടികളും അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ടോട്ടലി നമ്മളുടെ ലോകം ഇപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറി. അതായത് ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ മാത്രം പേടിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് പൊറോട്ടയ്ക്കും ബീഫിനും പേടിക്കേണ്ടി വരും. അപ്പം അത് ഒരു സ്ഥലത്തെ മാത്രമല്ല ഞാൻ പറയുന്നത്, അത് എല്ലാ സ്ഥലത്തും, അതിപ്പോൾ എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ ജില്ലകളിലും, എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനത്തെ ആളുകൾ പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ വളരെ ഒരു പ്രശ്നമല്ലേ ഇത്? തെറാപ്യൂട്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ തെറാപ്പി ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് 90% എബവ് ആളുകളിലും ചെറുപ്പ കാലഘട്ടങ്ങളിൽ ദേ വർ സെക്ഷലി അബ്യൂസ്ഡ് ആണ്. വൺസ് അല്ല മൾട്ടിപ്പിൾ ടൈംസ് ആയിരിക്കാം. പക്ഷെ വൺസ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അവർക്ക് ഫിയർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിസ്സംശയം പറയാൻ പറ്റും. ഇതിൽ പെൺകുട്ടികൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറയും, ആൺകുട്ടികൾ പറയില്ല. അവരാരോട് പറയാൻ പറ്റും? നാണക്കേട് പോലെ തോന്നുന്നു. നാണക്കേടല്ല, ഇവർക്ക് അറിയില്ല. സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കിട്ടുന്നതിന് മുമ്പേ ഇവരുടെ മനസ്സിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്ന സംഭവമാണ്. സാധാരണ ഒരു സെക്ഷൽ ഐഡന്റിറ്റി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സുണ്ട്. ആദ്യം ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ഒരു 2 വയസ്സ് പ്രായം ആ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ശരീരമാണെന്ന വിശ്വാസമായിരിക്കും അതിന്. ആ കുഞ്ഞ് അമ്മയുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ചിന്ത മാത്രമുള്ളൂ. കാരണം അതുകൊണ്ടാണ് കുട്ടികൾ വളഞ്ഞു കിടക്കുക. എങ്ങനെയാണോ ഉദരത്തിൽ ഗർഭാവസ്ഥയിൽ കിടക്കുന്നത് അതേ പൊസിഷനിൽ അവർ കിടക്കുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് അവർക്ക് ആ ഒരു ഓറിയന്റേഷൻ അങ്ങനെയാണ്. ആ സമയത്ത് അവരുടെ സെക്സ്വൽ നീഡ് അമ്മയിൽ നിന്നാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്, അറിയാം. അതായത് ദേ സാറ്റിസ്ഫൈഡ്. അത് അവരുടെ ഇന്റേണലി കിടക്കുന്ന ഇൻട്രോസെപ്റ്റീവ് സെൻസേഷൻ എന്ന് പറയും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സെൻസേഷൻ അത്.
ഓക്കെ. എല്ലാ മനുഷ്യനും സെൻസേഷൻസ് ഉണ്ട്, ഇൻട്രോസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഇതിന് ശേഷമാണ് പിന്നീട് അടുത്ത ഒരു 2 വയസ്സിന് ശേഷമായിരിക്കും മിക്കവാറും ഫാദർലി ഫിഗർ എന്ന് പറയുന്നതിനെ ശരിക്കും അത് കണക്ട് ചെയ്ത് ഇതൊരു അച്ഛനാണ്, അപ്പനാണ്, ഒരു മെന്നാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പതുക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടായി. അതിനുശേഷം അപ്പ എന്നൊക്കെ ശരിക്കും വിളിക്കാൻ തുടങ്ങുന്ന സമയം. ഈ സമയത്ത് കിട്ടുന്ന ഓറിയൻറ്റേഷനാണ് അവരുടെ റിയാലിറ്റിയിൽ അവർ ഏത് സെക്സ്വാലിറ്റിയിലാണെന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടുക. അത് ഒരു സിറ്റുവേഷൻ കൊണ്ട് ഈ പറയുന്ന ഒരു സെക്സ്വൽ ഇതിലേക്ക് പോകണം നിർബന്ധമില്ല. ഇപ്പോൾ ഒന്നിനു പിറകെ തുടർച്ചയായിട്ട് റിപ്പീറ്റഡ് എക്സ്പോഷേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റിയിലേക്ക് പോകുന്ന ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം സയൻറ്റിഫിക്കലി പറയുമ്പോൾ ദർ ഇസ് നോ സയൻറ്റിഫിക് എവിഡൻസ് ഓഫ് ഹോമോസെക്സ്വാലിറ്റി ഫ്രം മാനിപ്പുലേഷൻ ആക്ച്വലി. കറക്റ്റ്. സോ ഇപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ ഉണ്ടാകുന്നത്? അതായത് ഒരാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത ഒരാളെ ഹോമോസെക്ഷലോ ബൈസെക്ഷലോ ഒരു ആക്കാൻ പറ്റില്ല, ഓറിയന്റേഷനോട്ട് പോകാൻ പറ്റില്ല. മാനിപ്പുലേഷനോട് ഒരിക്കലും പറ്റില്ല, പക്ഷേ എക്സ്പോഷറോട് പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇവർ ഈ സാധാരണ എനിക്ക് തെറാപ്പിക്ക് വരുന്ന എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഇവർ ഒന്നിൽ കൂടുതൽ തവണ പല ആളുകൾ സെക്ഷുവലി ഇവരെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്പോഷറാണ്. ഒരു 2-3 തവണ ഒരു എക്സ്പോഷർ, സെക്സൽ ഓറിയന്റേഷൻ, സെക്സൽ സാറ്റിസ്ഫാക്ഷൻ. സെക്സ് എന്ന് പറയുന്നത് ആണും പെണ്ണും ചേർന്നുള്ള ഒരു ഇന്റർകോഴ്സിലാണ് ശരിക്കും പണ്ട് മുതലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റം അല്ലേ, ഒരു റിയാലിറ്റിയും അതങ്ങനെയാണ്. പക്ഷേ അതിന് മുമ്പ് ഇവർക്ക് കിട്ടുന്ന സെക്സ്വൽ ഓറിയന്റേഷനിൽ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഒരാണിനെ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ പ്ലഷർ എന്ന് പറയുന്നത് അത് വിശ്വാസയോഗ്യമാക്കപ്പെടും. ഇത് 1, 2, 3 തുടർച്ചയായിട്ട് പല രീതിയിലേക്ക് വരുമ്പോൾ പല എക്സ്പോഷേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഒരു ഹാബിച്വേഷൻ ഉണ്ടാകും. അപ്പോൾ റിയാലിറ്റിയിൽ അവർ നോർമൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ പോലും അവരുടെ തോന്നലിൽ അവർക്ക് പ്ലഷർ കൂടുതൽ കിട്ടുന്നത് ഹോമോസെക്ഷാലിറ്റിയിൽ പോകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരുടെ ബിലീഫ് സിസ്റ്റം അങ്ങനെ ആക്കപ്പെടും. അപ്പോൾ വേണൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ മാസ്റ്റർബേഷൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവർ ഒന്നുകിൽ പല ഇമേജസ് മനസ്സിൽ കണ്ടിട്ടായിരിക്കാം, വീഡിയോസ് കണ്ടിട്ടായിരിക്കും, പോൺ വീഡിയോസ് കണ്ടിട്ടായിരിക്കും മിക്ക ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. ഇമാജിനേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷൻ അല്ലേ. അവർ ബിലീവായി കല്യാണം കഴിയും. കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഭാര്യയുമായിട്ട് ഒരു സെക്സ്വൽ റിലേഷൻ നന്നായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, നന്നായിട്ട് പോകുന്നവരുമുണ്ട്, മിക്ക ആളുകളുണ്ട്. പക്ഷേ എങ്കിലും ഇവരുടെ ഉള്ളിലുള്ള ബേസിക്കലി ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മാസ്റ്റർബേഷൻ തന്നെയായിരിക്കും. കാരണം അവർക്ക് പല ഇമേജസ് അല്ലെങ്കിൽ പല വീഡിയോസ് കണ്ടിട്ടായിരിക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആയി കിടക്കുന്നതുകൊണ്ട് ഈ ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അതിന് എന്തൊരു സൊല്യൂഷൻ ഉണ്ടോ? ആക്ച്വലി അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അവർക്ക് ആ ഹാബിറ്റിൽ നിന്ന് പോകാൻ മിക്കവർക്കും ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻസ്റ്റിങ് എനിക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർ ഹാബിച്വേറ്റഡ് ആവും. പിന്നീട് കിട്ടുന്ന എക്സ്പോഷർ എന്താണ്? ഇവരിങ്ങനത്തെ അവരെ ബേസിക് നേച്ചറുള്ള ആളുകളിലേക്കായിരിക്കും കൂടുതലും ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്താ സംബന്ധിച്ച് വീണ്ടും എക്സ്പോഷർ ഇത് തന്നെയാണ്. അപ്പോൾ അവരുടെ മേക്ക് ബിലീഫ് സിസ്റ്റം ഇതാണ് ഏറ്റവും നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സംഭവം എന്ന രീതിയിലേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ട്ണറോടുള്ള താല്പര്യങ്ങൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പാർട്ട്ണറോട് താല്പര്യം ഇപ്പോൾ ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ചിലർക്ക് അങ്ങനെ എക്സ്പീരിയൻസസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. കാരണം അവർ പാർട്ട്ണറുമായിട്ട് താല്പര്യം പല റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന രീതിയിലും അത് അവസാനം കഴിഞ്ഞ് ഹോമോസെക്സ്വൽ രീതിയിലേക്ക് വരും. പറയാൻ കാരണം ഓൾമോസ്റ്റ് ഒരു ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, അറിയാം ഇപ്പോഴുമാണ്. എങ്കിലും ഞാൻ പറയുന്നത് അവിടെ ഈ ഹോമോസെക്സ്വാലിറ്റി എന്ന് പറയുന്നതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. സീരിയസ്ലി? യെസ്. ഇപ്പോൾ എന്നെ പഞ്ഞി കിട്ടാനും കുഴപ്പമില്ല, പക്ഷേ ഇത് നമ്മൾ തെറാപ്യൂട്ടിക്കൽ സെറ്റപ്പിൽ വരുമ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേപോലെ തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻസ് ഇടുകയും ഇതൊക്കെ ചെയ്യുന്ന ആളുകളും അതിന് വലിയ മനസ്സിലായോ? നമ്മുടെ നാട്ടിൽ ഫ്രീക്ക് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ ഞാനിങ്ങനെ കേട്ടുള്ളൊരു കഥയാണ്. കഥ മീൻസ് അതിൻ്റെ ഒരു ചരിത്രം പോലെ ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഫ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പാൻ്റൊക്കെ ഇറക്കിയിട്ട് ബട്ടക്സ് ഒക്കെ കാണിച്ച് നമ്മുടെ ഇന്നർ വെയറിന്റെ ഇലാസ്റ്റിക് കാണിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ഫ്രീക്ക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് പണ്ടിട്ട് പറയാം. എടി പെണ്ണ്, ഫ്രീക്ക് പെണ്ണ് എന്നൊക്കെ പാടുമ്പോഴും ഞാൻ ഈ കാര്യം ഓർക്കാറുണ്ട്. അതായത് പണ്ട് ഈ ജപ്പാനിൽ ആറ്റം ബോംബ് വീണ് അണുപ്രസരണമൊക്കെ നടന്ന സമയത്ത്
അന്ന് പുതിയ ജനറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഗർഭിണികളാവുന്നവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുകയും അവർ പ്രസവിച്ചാൽ ആ കുട്ടികളുടെ തല വീർത്തു വലിയ വലിയ രീതിയിൽ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ആ റേഡിയേഷൻ്റെ കാരണങ്ങൾ കൊണ്ട്. ആ ക്യാൻസർ ഉണ്ടാകുന്നൊരവസ്ഥ. അപ്പം അങ്ങനെ ജനറേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവിടെ ആണുങ്ങളെ വർഷങ്ങളായിട്ട് മാറ്റി നിർത്തുന്നു, പെണ്ണുങ്ങളെയും വർഷങ്ങളായിട്ട് മാറ്റി നിർത്തുന്നു. അപ്പം സെക്ഷലി താല്പര്യമുള്ള ആളുകളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു, ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അപ്പം പിന്നെ കുറച്ച് പേര് വളർന്നു വന്നിട്ട് ആ ഫീലിംഗ് താല്പര്യങ്ങൾ ഉണ്ടായവരുണ്ട്. അപ്പം അവർക്കെല്ലാം പിന്നീട് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ളതൊന്നും അവിടെ ഇല്ലായിരുന്നു. കുറച്ച് പേര് മാസ്റ്റർബേഷനെ ഡിപ്പെൻഡ് ചെയ്തപ്പോൾ ചിലർക്ക് അത് പോരാതെ വന്നു. അപ്പം അവിടുത്തെയുള്ള ആളുകൾ പിന്നീട് ഹോമോസെക്ഷലായിട്ട് മാറി, അതായത് ഗേ ആയിട്ട് മാറിയ. അതായത് അവർക്ക് ഭാര്യ എന്തായാലും ഇല്ല. അപ്പം അവർക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് താല്പര്യം കാണിക്കാൻ വേണ്ടി പാൻറ് താത്തിയിട്ടുന്നൊരു അവസ്ഥ. മനസ്സിലായി. അതായത് എനിക്ക് ഈ സെക്സ് ചെയ്യാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ടെന്ന് ഞാൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ പാൻറ് താഴ്ത്തിയിടുന്നതാണ്. അത് അവരെ ആയിരുന്നു ഫ്രീക്ക് എന്ന് വിളിച്ചിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് ഫ്രീക്കന്മാരൊക്കെ പണി കിട്ടൂല. അതായത് ഇന്ന് ഫ്രീക്കന്മാരെന്ന് പറഞ്ഞ ആളുകളപ്പം എന്തുദ്ദേശത്തിലാണ് പറയുന്നത്, ആ ട്രെൻഡിനെ പിന്നീടെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്ന് പറയുമ്പോൾ അത് ഞാൻ കേട്ടൊരു കഥയാണ്. ഇതിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സ്റ്റോറി ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്കറിയില്ല. അപ്പം അതൊരു പിന്നീട് ആ കാലഘട്ടത്തിൽ വേറെ വഴിയില്ലാഞ്ഞിട്ട് ഹോമോ ആയ ആളുകളുമുണ്ട്. അതെ, ഇതിപ്പം എത്ര സയന്റിഫിക്കൽ ബാക്കപ്പിൽ നമുക്ക് പറയാൻ പറ്റുന്ന അറിയില്ല. ബട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹാബിച്വേഷൻ നമുക്ക് ഹാബിച്വേഷൻ അതാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന്. അതെ, നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം. അതായത് നമുക്ക് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഹാബിച്വേഷനേക്കാളും കൂടുതൽ ഇപ്പോൾ ഹാബിച്വേഷൻ ഇല്ലേ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് വന്നതല്ലെന്ന് നമുക്കറിയാം. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഇത് ഒരു എൻവയോൺമെന്റലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. ഇവരുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തിരുന്ന ഇൻഫർമേഷനാണ്. അല്ലാതെ ഇവർക്ക് ബേസിക്കലി ഇഷ്ടമുണ്ടായിട്ടുള്ളതുകൊണ്ടോ അവർ അങ്ങനെ ആയതുകൊണ്ടോ ആയിരിക്കില്ല. അവർക്ക് കിട്ടിയിരിക്കുന്ന ആ ഓറിയന്റേഷനിൽ എന്താണോ തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അതായിരിക്കും അവരുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് അവർ പോകും. അവർക്ക് ആദ്യം കിട്ടിയിരുന്ന സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ചെറുപ്പകാലഘട്ടങ്ങളിൽ കിട്ടിയ നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയത്തില്ലേ, അത് വീണ്ടും തിരിച്ചു കിട്ടാൻ നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടല്ലേ. സ്കൂളിൽ പോവുകയും ആ മഴക്കാലത്ത് ഇരിക്കുകയും മഴയത്തിരിക്കുകയും സ്പൂണിൻ്റെ ഇറയത്തിരിക്കുകയും നമ്മളിപ്പോഴും കിട്ടും. അത് ഭയങ്കര സുഖമുള്ള, ഭയങ്കര ആ കാലഘട്ടത്തിൽ ഭയങ്കര ഇമാജിനേഷൻ, അതായത് നമ്മുടെ ഹോർമോൺസൊക്കെ ഏറ്റവും പീക്കായിട്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഈ സമയത്ത് കൊടുക്കുന്ന ഇൻപുട്സ് ഡെഫിനറ്റ്ലി ആ ഒരു ഫീലിങ്സിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതായിരിക്കും പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഒരു നേച്ചറിലേക്ക് പോകുന്നത്. പിന്നെ അതിന് ട്രിഗർ ചെയ്യുന്ന എന്ത് കിട്ടിയാലും അതിലേക്ക് അവർ ചാടാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കേസുകൾ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ വെറും വാക്ക് പറയുന്നതല്ല. പക്ഷേ ഇത് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ പണ്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ആൾക്കാർ പറയുന്നത് എന്നെ മാറ്റിത്തരണം എനിക്ക് മാറണം. അപ്പോൾ അത് എന്തുകൊണ്ട് മാറണം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. അവർക്ക് ബേസിക്കലി അവർക്ക് ഇതല്ല എന്നുള്ള അറിയാം, പക്ഷെ മാറണം എന്നുള്ളത് ആഗ്രഹമാണ്. പക്ഷെ എന്താണ് എൻ്റെ റൂട്ട് കോസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. അല്ല, ആക്ച്വലി ഈ റേപ്പ് ചെയ്യപ്പെടുന്നവർ, റേപ്പ് വിക്ടിം ആകുന്നത് വേറൊരു വശം. പക്ഷേ റേപ്പ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ, അതായത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വയോധികയായ സ്ത്രീയെ റേപ്പ് ചെയ്യാന്നുള്ളത് ഇപ്പം ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ ആയിരിക്കാം. അതൊരു സെക്ഷൽ അട്രാക്ഷൻ ബേസിക് നീഡാണ്. അപ്പോൾ മെൻ ബയോളജിക്കലി അത് ഒരു ആണിന്റെ ശരീരം പ്രവർത്തിക്കുന്നത് സ്പേംസ് ബഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിലാണ്. ബട്ട് അതായത് ഒരു കുട്ടിയെ കാണുമ്പോഴും ഇതേ അവസ്ഥ തോന്നുക, അല്ലെങ്കിൽ ഒരു വയോധികയായ സ്ത്രീയെ കാണുമ്പോഴോ, വളരെ പ്രായമുള്ള സ്ത്രീകളെ പീഡിപ്പിച്ച, കിടപ്പിലായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിച്ച ആളുകളുണ്ട്. വെറും 2 വയസ്സും 3 വയസ്സും 6 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച അവസ്ഥകളുണ്ട്. അപ്പോൾ അത് എന്ത് തരത്തിലുള്ള ഒരു അവസ്ഥയാണത്? മെന്റലി അവർ ഡിസ്റ്റോർട്ടഡ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് അവർ കാരണം കൊണ്ട് തന്നെയാണോ അതോ അവരുടെ സൊസൈറ്റിയാണോ? സൊസൈറ്റി ആയിരിക്കില്ല. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമീപ കാലഘട്ടങ്ങളിൽ ഗവൺമെൻറ് ഒരു നിയമം ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പോക്സ്കോ കേസുകൾ കൂടി വന്ന സമയത്ത് ഗവൺമെൻറ്
ഈ കുട്ടികളുടെ ഫോണോഗ്രാഫി ഫിലിമിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ടൊരു നിയമം ഇറക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മളത് അറിയാം, നിയമം എന്താണെന്ന് അറിയാം. അത് എന്തുകൊണ്ടാണ് ചെയ്തെന്നറിയോ? സോ വെൻ യു വാച്ച് റിപ്പീറ്റഡ്ലി, വെൻ യു എക്സ്പോസ്ഡ് റിപ്പീറ്റഡ്ലി, വി ഹാവ് ദ കുട്ടികളോടുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പോലും അറിയാതെ ട്രിഗർ ചെയ്യുന്നതാണ്. ഇപ്പം മീഡിയ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കുട്ടി റേപ്ഡ് ആണ് ഇങ്ങനെ ഒരു കേസ് പറയുമ്പോഴേക്കും മീഡിയ അത് എല്ലാം ഹൈപ്പ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് ചർച്ചയ്ക്ക് വെക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇതെന്താണ് ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ സാധനം എല്ലാ മനുഷ്യരിലും ഉണ്ടല്ലേ. അതായത് സ്ത്രീകളിൽ ഇല്ലാത്ത എന്തോ പ്രത്യേകത കുട്ടികളിലുണ്ട് എന്ന് ഒരു വരുത്തി വെക്കുന്നത് ഇങ്ങനെ ഒരാൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രൈം നടന്നാൽ തുടർച്ചയായിട്ട് അതേപോലെ പല ക്രൈമുകളും നമ്മുടെ വാർത്തയിൽ വരാറുണ്ട്. അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് കാണാം. അപ്പോൾ ട്രിഗർ അത് ബേസിക്കലി ഇവർക്ക് ചെറുപ്പം മുതലേ കിട്ടിയിരിക്കുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇതിനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് വരും. ഇത് സാഡിസ്റ്റുകൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ? അതൊരു ബേസിക് നേച്ചറായി, ഒരു ട്രൈറ്റ്സ് ആയി പോയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡിപ്രിവേഷൻ എന്ന് പറയാം അവർക്ക്. ഈ ഇങ്ങനെ ഉള്ള ഒരു സെക്സ്വൽ നീഡ് വരുന്ന ആളുകൾക്ക്, അതായത് കൂടുതലും പീഡോഫീലി എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് വരുന്നത് പല പേരുകൾ അറിയപ്പെടുന്നുണ്ടല്ലോ. അതെ, സെക്സ്വൽ ഒരു ഇത് തന്നെയാണ്, ഡിപ്രിവേഷൻ തന്നെയാണ് അവർക്ക്. ഓക്കെ, അങ്ങനെയാണ് സൈക്കോപ്പത്തുകളൊക്കെ അതിൻ്റെ സൈക്കോപാത്ത് ഒരു ഭാഗമാണ്. ഇവരെല്ലാം സൈക്കോപ്പത്തുകളാണോ? ആക്ച്വലി സൈക്കോപാത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് സാറ്റിസ്ഫാക്ഷൻ അത് കിട്ടി, അത് ചെയ്താലേ സാറ്റിസ്ഫൈഡ് ആവൂ എന്ന രീതിയിൽ. കാരണം അവർ പല രീതിയിലും ഇതിന് പല എക്സ്പോഷേഴ്സും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ചെറുപ്പത്തിലെ, പക്ഷെ അതിൽ ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. പിന്നീട് ട്രിഗർ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോകും. പിന്നെ അതൊരു ക്രിമിനൽ നേച്ചറായി വന്നു. അവർ ക്രിമിനൽസ് ആണ് സ്വാഭാവികമായിട്ട്. അവർ ക്രിമിനൽ നേച്ചർ കയറി വന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. ഈ ഒരുപാട് സൈക്കോ കൊലപാതകങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത, അതായത് ഒരുപാട് സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്ന ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് ടെഡ് ബണ്ടിയും ജെഫ്രി ഡാമറും ഒക്കെ. അവർ സൈക്കോപ്പത്തുകളിലെ സൂപ്പർ ഹീറോസ് പോലെയാണ്. അതായത് എത്ര സ്ത്രീകളെ അവർ കൊന്നെന്നുള്ളതിന് അവർക്ക് പോലും ഒരു കണക്കില്ല. അത്രയ്ക്ക് വളരെ എന്താ പറയുക, വളരെ ക്രൂരമായിട്ട് അവരെ കൊന്ന് അവരുടെ ശരീരം കഷ്ണങ്ങളാക്കി കഴിക്കുകയും അല്ലെങ്കിൽ എടുത്തെറിയുകയും അവരെ ഭ്രാന്ത് പിടിച്ച്, അതായത് വളരെ ക്രൂവലായിട്ട് അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും ചെയ്തിട്ട് കൊന്നുകളഞ്ഞ ആളുകളാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ആക്ച്വലി അവരുടെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്നുണ്ടായതാണെന്ന് എനിക്കൊരു അറിവുണ്ട്. അതായത് ഒരാളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അച്ഛൻ മരിച്ചു പോയിട്ടാണോ അച്ഛൻ ഇട്ടിട്ട് പോയിട്ടാണോ എന്നറിയില്ല. അമ്മ പിന്നീട് ഒരു ഭയങ്കര ലിമിറ്റേഷനിൽ കുട്ടികളെ വളർത്തുന്നു. ഏറ്റവും അവസാനം അതായത് പുറത്തു കൊടുത്തില്ല, അമ്മയുടെ തന്നെ ആ ഒരു ബൗണ്ടറിക്കകത്ത് വെച്ച് ഒരു രീതിയിലും പുറത്തുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. ഒരു പക്ക ഒരു എന്താ പറയുക, ഒരു അതിനകത്ത് തന്നെ പെട്ടുപോയി. പിന്നീട് ആ അമ്മയെ കൊല്ലുക. ആ സൈക്കോപ്പത്തിൻ്റെ പേര് റിയൽ സ്റ്റോറി കേട്ടോ. അപ്പോൾ ആ അമ്മയെ കൊന്നിട്ട് ആ അമ്മയുടെ സ്കിന്ന് വരെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മയോടുള്ള ദേഷ്യം വന്നിട്ട് അമ്മയെ കൊന്നു. പക്ഷെ അമ്മ ഇല്ലാണ്ട് പെട്ടതുമില്ല. അപ്പോൾ അമ്മയുടെ തൊലി കട്ട് ചെയ്തെടുത്തിട്ട് അതൊരു മുഖംമൂടി പോലെ ഉണ്ടാക്കി അത് വീട്ടിൽ അതുപോലെ തന്നെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകളെ കൊല്ലുക. അങ്ങനെ ഒരുപാട് ആളുകൾ ചെയ്തിരുന്നു. അപ്പം അത് ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. അത് ഹിറ്റ്ലറിനും ഇതുപോലെ തന്നെ സംഭവം ഉണ്ടായിരുന്നു. ട്രോമയാണ് അതെല്ലാം. അതെ, ഹിറ്റ്ലർ റേപ്പുകൾ ചെയ്തിട്ടില്ലെങ്കിലും ഹിറ്റ്ലർ ചെയ്ത എല്ലാ ക്രൂരതയുടെയും കാരണം ചൈൽഡ്ഹുഡിലുണ്ടായിരുന്ന, അതായത് നമ്മുടെ സ്പടികം സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്ന പോലത്തെ ഒരു കടുവാമാഷനായിരുന്നു അവിടെ. അപ്പം ചൈൽഡ്ഹുഡാണ് ശരിക്കും ഒരു മാനിപ്പുലേഷൻ നടത്തുന്നത്. അതായത് മാനിപ്പുലേഷൻ എന്നല്ല, ചൈൽഡ്ഹുഡാണ് നമ്മൾ ശരിക്കും ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, അത് ഈ ചൈൽഡ്ഹുഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു അത് നമ്മുടെ ലൈഫിൽ ഇത് പേഴ്സണാലിറ്റി ഫോർമേഷനിൽ വരുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരു നോർമൽ പേഴ്സണാലിറ്റി അല്ല ഇവരെല്ലാം. ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, എക്സ്ട്രീമായിട്ട് എന്ത് കാര്യത്തിനും ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് പോകും. പിന്നെ അവരുടെ ഈ പറഞ്ഞവർക്ക് സെക്സ്വൽ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് പോയതാണ്. അത് ആക്ച്വലി അത് അവരുടെ ജനറ്റിക്കലി ഉള്ളതാണ്. അതായത് എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്, ജനറ്റിക്കലി അവർക്ക് ഉള്ള കാര്യം അവരുടെ ചൈൽഡ്ഹുഡിൽ വന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ട് ട്രിഗർ ആയതാണോ, അതോ ചൈൽഡ്ഹുഡ് അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം കൊടുത്തതാണോ? ജനറ്റിക്കലി പോസിബിലിറ്റി ഉണ്ട്. കാരണം അതാണ്ട് ജീൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമല്ലോ.
ജീൻ ക്യാൻ ട്രാൻസ്ഫർ ഇൻഫർമേഷൻസ് ടു അതേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വരെ നമുക്ക് കിട്ടാം. അത് നമ്മുടെ എൻവയോൺമെന്റ് അനുസരിച്ച് എപ്പിജനറ്റിക് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ നമുക്കറിയാൻ നമുക്ക് എൻവയോൺമെന്റ് എന്താണോ കിട്ടുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളിൽ കിടക്കുന്ന ഇൻഫർമേഷൻ എവിടെയോ ജനറ്റിക്കലി പാരന്റീസ് സൈഡിൽ നിന്ന് കിട്ടിയതുണ്ടായിരിക്കും. പക്ഷേ അമ്മയുടെ സൈഡിൽ നിന്ന് വീണ്ടും അത് ട്രിഗർ അടിക്കുകയും അയാൾ വീണ്ടും ജനറ്റിക്കലി അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് അയാളുടെ സ്വഭാവത്തിൽ അതായത് വ്യത്യാസം വന്നത്. അതൊരു പോസിബിലിറ്റിയാണ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർത്തെ അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ അബോർഷൻസ് വന്നപ്പോൾ ക്രൈം കുറഞ്ഞു. ഓക്കെ. അതായത് അബോർഷനും ക്രൈമും തമ്മിൽ ഒരു ബന്ധമില്ല ആക്ച്വലി. ശരിക്കും അബോർഷൻ വന്നപ്പോൾ ക്രൈം കുറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാം. അബോർഷൻ ചെയ്യാത്ത സ്ത്രീകൾ, അത് അബോർഷൻ ലീഗലാകുന്നതിന് മുമ്പ് സ്ത്രീകൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഇല്ലീഗൽ സെക്സോ അല്ലെങ്കിൽ അതായത് പ്രായപൂർത്തിയാവുന്നതിന് മുമ്പുള്ള സെക്സ് ചെയ്യുന്ന സ്ത്രീകൾ എന്ത് ചെയ്യുന്നറിയോ, ആ കുട്ടികൾ ഉണ്ടാകുന്നതിനെ വഴിയിൽ എവിടെ ഉപേക്ഷിക്കും. ആ കുട്ടി തെരുവിൽ വളർന്നിട്ട് തെരുവിലെ സ്വഭാവമുള്ള ഒരു റേപ്പിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കള്ളനായിട്ടോ അങ്ങനെ ഒരു രീതിയിലിട്ട് വളരും. അതായത് നോർമൽ നല്ല സ്റ്റേജിൽ വളരേണ്ട വളർന്ന കുട്ടിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വളർന്നു പോയാൽ. അപ്പോൾ അബോർഷൻ ലീഗലായപ്പോൾ അവിടെ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാതിരുന്നു. ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ കുട്ടികൾ ഉണ്ടാവാതിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളെ തെരുവിലേക്ക് എറിയുന്നത് കുറഞ്ഞു. അപ്പോൾ വളരെ വലിയൊരു രീതിയിൽ അബോർഷൻ കൊണ്ട് ക്രൈം സ്റ്റോപ്പായി. അതായത് നമ്മൾ പറഞ്ഞത് ഇതാണ്, ചൈൽഡ്ഹുഡിൽ അങ്ങനെ ഒരു കുട്ടി റേപ്പിസ്റ്റോ ക്രൈമിലോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അബോർഷൻ വന്നപ്പോൾ അമേരിക്കയിൽ പറഞ്ഞു. ഓക്കെ. ചൈൽഡ്ഹുഡ് ആണ് എല്ലാത്തിൻ്റെയും ബാക്കപ്പ്. ഏത് കാര്യത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡാണ്. നല്ലൊരു ചൈൽഡ്ഹുഡ് കിട്ടിയ ഒരു വ്യക്തിക്കും ഒരു രീതിയിലും ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ല.